വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതിരാവിലെ യേശു ദേവാലയത്തിലേക്ക് പോയി. ജനം അവന്റെ ചുറ്റും കൂടിയപ്പോൾ അവൻ അവിടെ ഇരുന്ന് അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അപ്പോൾ വേദജ്ഞരും പരീശന്മാരും കൂടെ പാപിനിയായ ഒരു സ്ത്രീയെയും കൂട്ടി യേശുവിന്റെ അടുത്തു വന്നു. ലജ്ജാകരമായ ചില പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ അവളെ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിർത്തി. ഗുരു, അവർ യേശുവിനോട് പറഞ്ഞു, ഇവൾ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇവളെ പിടികൂടിയതാണ്. ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശയുടെ പ്രമാണം പറയുന്നത്. അങ്ങ് എന്തു പറയുന്നു? യേശുവിൽ എന്തെങ്കിലും കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി അവനെ പരീക്ഷിക്കുവാനാണ് അവർ ഇത് ചോദിച്ചത്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവൻ അവരുടെ നേരെ നോക്കി പറഞ്ഞു, ഒരിക്കലും പാപം ചെയ്യാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? എങ്കിൽ ആദ്യത്തെ കല്ല് അയാൾ തന്നെ എറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഇത് കേട്ടപ്പോൾ അവർ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. ആ സ്ത്രീ അപ്പോഴും യേശുവിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തല ഉയർത്തി അവളോട് ചോദിച്ചു, അവരെല്ലാം എവിടെ? നിന്നെ ശിക്ഷിക്കാനായി ആരും അവശേഷിച്ചില്ലേ? കർത്താവേ, ഇല്ല, അവൾ പറഞ്ഞു. ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, യേശു പറഞ്ഞു. പൊയ്ക്കോളൂ, പക്ഷേ ഇനി പാപം ചെയ്യരുത്. ഒരു സ്ത്രീയെ ഇവിടെ പിടിച്ചുകൊണ്ട് വരികയാണ് അതിബലാത്കാരമായിട്ട്. അങ്ങനെ അവളെ കൊണ്ടുവന്ന് യേശുക്രിസ്തുവിന് മുൻപിൽ കൊണ്ടിരുത്തി ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു ഒന്നും പറഞ്ഞില്ല. അവസാനം പറഞ്ഞു, നിങ്ങളിൽ ഇതുവരെ ജീവിതത്തിൽ ആരെങ്കിലും പാപം ചെയ്യാത്തവരായിട്ട്, തെറ്റുകുറ്റങ്ങൾ വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഒന്നാമതായിട്ട് ഈ സ്ത്രീയെ കല്ലെറിയട്ടെ. അത് കേട്ടപ്പോഴേക്കും അവർ ആരും ഒന്നും പറയുവാനോ പ്രവർത്തിക്കുവാനോ തോന്നുന്നില്ല. അവര് കല്ലുകൾ എടുത്ത് ആ സ്ഥാനത്ത് തന്നെ നിലത്തേക്ക് തന്നെ ഇട്ടേച്ച് ഓരോരുത്തരായിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താണ് ഈ ഒരു സംഭവത്തിലൂടെ യേശുക്രിസ്തു ലോകത്തോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? എല്ലാ മനുഷ്യരും ഒരുപോലെ തെറ്റ് ചെയ്യുന്നവരാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെറുതും വലുതുമായ ഓരോ തെറ്റുകളും ദിവസം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നീതിമാന്മാർ ആരുമില്ല ഈ ലോകത്തിൽ. അതിനാൽ മറ്റുള്ളവരെ വിധിക്കാതെ, മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങളെ കണ്ടുപിടിക്കാതെ, സ്വന്തം കണ്ണിൽ വലിയൊരു കോലിരിക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തപ്പി നടക്കാതെ, സ്വന്തം കുറ്റങ്ങളെ മനസ്സിലാക്കി അത് തിരുത്തി മുൻപോട്ട് പോവുകയാണ് വേണ്ടതെന്ന് ഇവിടെ കർത്താവ് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു, മനസ്സിലാക്കുന്നു. പാപം ചെയ്യാത്തവർ, തിന്മ ചെയ്യാത്തവർ കല്ലെറിയട്ടെ. തിന്മ മനുഷ്യ ജീവിതത്തെ കാർന്ന് തിന്നുന്നു.